ഓപ്പറേഷൻ വേലൂർ മഗ്ന പുരോഗമിക്കുകയാണ്. ഒപ്പം ഇപ്പോൾ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ഇന്നലെയാണ് അതിദാരുണമായി ഈ മോഴയാന അജീഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. മോഴയാനയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ RRT സംഘം നടത്തുകയാണ്. വിരണ്ടോടി ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ് RRT സംഘം. VS രഞ്ജിത്തുണ്ട് വിവരങ്ങളുമായി. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അക്രമ സ്വഭാവമുള്ള ആന ഇപ്പോൾ ജനവാസ മേഖലയിലാണുള്ളത്. തൊട്ടു മുൻപ് സാനിയോ നൽകിയ വിവരം ഏകദേശം ഒരു 100 മീറ്ററിനപ്പുറത്തേക്ക് ഉണ്ടാകും എന്നുള്ളൊരു സൂചന കൂടി അവർ പങ്കുവെക്കുന്നു എന്നാണ്. അപ്പോൾ നേരത്തെ ഈ നിലയുറപ്പിച്ചിരുന്ന ആ ഒരു മേഖലയിൽ നിന്നും ഇത് വിരണ്ടോടാനുള്ള ഒരു സാധ്യത ഇത് വനം വകുപ്പ് മുൻകൂട്ടി കാണേണ്ടിയിരുന്നതല്ലേ? അപ്പോൾ ഇനി ഈ ദൗത്യ സംഘത്തിന് നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? കൂടുതൽ വിവരങ്ങൾ. ആര്യ, പ്രധാന വെല്ലുവിളി സമയം തന്നെയായിരിക്കും. രണ്ട് തരത്തിൽ സമയം പ്രശ്നമാണ്. ഒന്ന്, ഇപ്പോൾ ഇന്നലെ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാരൊക്കെ അതിവൈകാരികമായി നിൽക്കുകയാണ്. അവിടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അജീഷിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന്റെ വളരെ വൈകാരിക പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു സമയത്തും തീർച്ചയായിട്ടും ഒരു നടപടിയും വനം വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങളെ നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു. മറുഭാഗത്തും ഈ രാത്രി ആയി കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ പിന്നെ ഈ ദൗത്യം നടക്കില്ല. അപ്പോൾ ഒരു രാത്രി മുഴുവൻ ഈ നാടിനെ വീണ്ടും ഈ പറയുന്ന വേലൂർ മഗ്ന എന്ന് പറയുന്ന മോഴയാന വിറപ്പിക്കും എന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഈ തരത്തിൽ ഒരു രണ്ട് തരത്തിൽ ഇപ്പോൾ ഒരു വെല്ലുവിളി, സമയം തന്നെ വെല്ലുവിളിയായി നിലനിൽക്കുന്നു. സമയം വെല്ലുവിളിയാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏകദേശം മണ്ടുണ്ണി കോളനി ഭാഗത്തേക്ക് വിരണ്ടോടി എന്നുള്ളതാണ്. അതൊരു കണക്കുകൂട്ടലാണ്. വനം വകുപ്പ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ആന വിരണ്ടോടാൻ സാധ്യതയുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് നേരത്തെ വന്ന വഴി, ആനയുടെ സഞ്ചാരപാതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആന വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു സാധ്യത അത് വനം വകുപ്പിന് അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടും വന്ന വഴിയിൽ വിരണ്ടോടിയിട്ടുണ്ടെങ്കിൽ മണ്ടുണ്ണി കോളനി ഭാഗത്തേക്കായിരിക്കാം പോയിട്ടുള്ളത് എന്നുള്ളൊരു നിഗമനത്തിനാണ് വനംവകുപ്പുള്ളത്. അത് കൃത്യമായിട്ട് എവിടെയാണെന്നോ മണ്ടുണ്ണി കോളനിയിൽ നിന്ന് കയറി അത് മുകളിലേക്ക് കർണാടക വനപ്രദേശത്തേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഒരു തീർച്ചയായും